കൂട്ടുകാരെ നമസ്കാരം. നമുക്കിന്ന് കോറൽ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കോറൽ സ്റ്റിച്ച് ഉപയോഗിച്ചുള്ള ഒരു ഫ്ലവറാണ് ഇത്. ഈ സ്റ്റിച്ച് ഉപയോഗിച്ച് നമുക്ക് ബെഡ്ഷീറ്റിലും പില്ലോ കവറിലെല്ലാം ഫ്ലവറും ലീഫൊക്കെ തയ്ക്കാൻ പറ്റും. ഒരു വെറൈറ്റി ഫ്ലവറാണിത്. ഏകദേശം ഇത് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ആകുമ്പോൾ ഇത് റോസ് ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. നീഡിൽ ആദ്യം മുകളിലേക്ക് കുത്തിയെടുക്കുക. അതിനുശേഷം 1/2 ഇഞ്ച് മാറി നീഡിൽ കുത്തി അവിടെ തന്നെ പൊക്കിയെടുക്കുക. ഓക്കെ. അതിനുശേഷം ഈ നൂല് നമുക്ക് ഒരു വട്ടം ഈ സൂചിയിൽ കൂടി ചുറ്റണം. ശേഷം നമുക്ക് ഈ നൂല് മുകളിലേക്ക് വലിച്ചെടുക്കാം. ഇവിടെ ഒരു കെട്ട് കിട്ടുന്ന കാണാം. ഒന്നുകൂടി നോക്കാം. 1/2 ഇഞ്ച് മാറി നീഡിൽ ഈ ലൈനിൽ കുത്തി ഇറക്കി അവിടെ തന്നെ മേലോട്ട് കുത്തിയെടുക്കുക. ശേഷം ഈ നൂല് ഒരു വട്ടം ചുറ്റി കൊടുക്കുക. അതിനുശേഷം ഇത് മുകളിലേക്ക് വലിക്കുക. ഇപ്പോൾ ഒരു കെട്ട് പോലെ വരുന്ന കാണാം. നൂല് 1/2 ഇഞ്ച് മാറി നീഡിൽ കുത്തുക. അവിടെ തന്നെ മുകളിലേക്ക് നീഡിൽ പൊക്കിയെടുക്കുക. അവിടെ തന്നെ ഓക്കെ. അതിനുശേഷം ഈ നൂല് നീഡിലിൻ്റെ പുറകിൽ കൂടി എടുത്ത് ഒരു വട്ടം ചുറ്റി കൊടുക്കുക. ഒരുപാട് ടൈറ്റായിട്ട് ചുറ്റരുത്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് വലിച്ചൂരി എടുക്കാൻ. ഇങ്ങനെ നമ്മൾ വലിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കെട്ട് പോലെ കിട്ടുന്നത് കാണാം. നീഡിൽ 1/2 ഇഞ്ച് മാറി ഈ ലൈനിൽ കുത്തി അവിടെ തന്നെ മുകളിലേക്ക് എടുക്കുക. നൂല് ബാക്കിൽ കൂടി ഒരു വട്ടം ചുറ്റുക. ഒരുപാട് ടൈറ്റായിട്ട് ചുറ്റരുത്, ഭയങ്കര ബുദ്ധിമുട്ടാണ് വലിച്ച് ഈ കെട്ടിൻ്റെ ഉള്ളിൽ കൂടി പുറത്തോട്ടെടുക്കാൻ. പതിയെ ചുറ്റാവേ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു കെട്ട് പോലെ വരുന്ന കാണാം. ഒരു പ്രാവശ്യം കൂടി നോക്കാം. നീഡിൽ 1/2 ഇഞ്ച് മാറി കുത്തി അവിടെ നിന്ന് തന്നെ മുകളിലേക്ക് പൊക്കിയെടുത്ത് നൂല് നീഡിലിൻ്റെ ബാക്കിൽ കൂടി ഒരു വട്ടം ചുറ്റിയെടുക്കുക. അതിനുശേഷം മുകളിലേക്ക് വലിച്ചെടുക്കുക. ഇവിടെ ഒരു കെട്ട് പോലെ വരും നമുക്ക് കാണാം. എംബ്രോയ്ഡറി നമ്മൾ ചെയ്യുമ്പോൾ ഒരിക്കലും ടൈറ്റിൽ നൂല് ചുറ്റരുത്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ എംബ്രോയ്ഡറി ചെയ്യുന്ന ഭംഗി പൂർണ്ണമായിട്ട് പോകും. കുറച്ച് ലൂസായിട്ട് വേണം നൂല് പിടിക്കാൻ. ഒന്നുകൂടി നോക്കാം. ഈ ലൈനിൽ 1/2 ഇഞ്ച് മാറി കുത്തി അതേ സെയിം സ്പോട്ടിൽ തന്നെ മുകളിലേക്ക് പൊക്കിയെടുക്കണം. അതിനുശേഷം നീഡിലിൻ്റെ ബാക്കിൽ കൂടി നൂലൊരു വട്ടം ചുറ്റിയെടുക്കുക. ശേഷം മുകളിലേക്ക് വലിച്ച് എടുക്കുക. ഇതാണ് കോറൽ സ്റ്റിച്ച്. ഇതുപോലെ നമുക്ക് ഇതുപയോഗിച്ച് ഫ്ലവർ, ലീഫെല്ലാം തുന്നാൻ പറ്റും. അങ്ങനെ ചെയ്ത ഫ്ലവറാണിത്.
നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.